നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനായിട്ട് ജോബ് നോക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ജോബ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ സൈറ്റിൽ 3 മില്യണോളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 30 മില്യൺസ് കൂടുതൽ അവർ ക്യാഷ് പേ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല വിശ്വസനീയമായിട്ടുള്ളൊരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു തരുന്ന ഏതൊരു സൈറ്റാണെങ്കിലും ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അന്വേഷണം നടത്തണം. ഗൂഗിളിലും ട്രസ്റ്റ്പാലും ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഈ ഒരു സൈറ്റിൽ കയറി വർക്ക് ചെയ്യാവുള്ളൂ. അപ്പം ഇത് ടോട്ടലി ഫ്രീ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല, ഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ടോട്ടലി ഫ്രീ ആണ്. സൈനപ്പ് ചെയ്യുന്നതിന് വരെ ഫീസ് ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്യാം. അപ്പം നമുക്ക് സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫുൾ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വർക്ക്, എങ്ങനെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയാണ് എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം. വീഡിയോ ഫുൾ കാണാമെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനൊക്കെ പരമാവധി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സൈറ്റാണ്. സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ പീപ്പിൾ പെർ ഹവർ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ സൈറ്റിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. മെയിനായിട്ടും നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഫ്രീലാൻസറായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഫ്രീലാൻസ് ജോബുണ്ട്, ഫ്രീലാൻസ് ഡേറ്റ എൻട്രി ജോബ്സ് ഉണ്ട്, റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ ജോബ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ജോബ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ പ്രത്യേക സ്കില്ലോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാമെങ്കിൽ ആർക്കും ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനായിട്ട് ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ കണ്ടോ ഒരുപാട് കാറ്റഗറീസ് അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് റൈറ്റിംഗ് ഉണ്ട്, SEO ഉണ്ട്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജീസ്, അങ്ങനെ സെയിൽസ് ആൻഡ് കോൾസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ഇത് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് വർക്കും ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അവർ വാങ്ങുന്ന എമൗണ്ടും ഡീറ്റെയിൽസും എല്ലാം ആ ഒരു സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിതെല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, വർക്ക് ചെയ്യാവുള്ളൂ. ഞങ്ങൾ പറഞ്ഞതും കരുതി ചാടിക്കറി നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. ഗൂഗിളിലോ ട്രസ്റ്റ്പാലിലോ ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വിശ്വസനീയമെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ നിങ്ങളിതിൽ എന്ത് ചെയ്യാവുള്ളൂ, വർക്ക് ചെയ്യാവുള്ളൂ. ഇപ്പം ഇത് എന്ന് പറയുന്നത് ഡേറ്റ എൻട്രീസ് ഉണ്ട്, റൈറ്റിംഗ് ജോബ് ഉണ്ട്, പിന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ ജോബ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ജോബുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഫ്രീലാൻസറായിട്ട് 3 മില്യൺസ് ഓഫ് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 150 മില്യൺസ് ഡോളർ വരെ അവർ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ടോപ്പായിട്ടുള്ള ഒരു ഫ്രീലാൻസർ ആണെങ്കിൽ അവർക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും? $7,000 വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൈറ്റാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പീപ്പിൾ പെർ ഹവർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ജോബിൻ്റെയും അതുപോലെ തന്നെ എങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് പോവുക. ബാക്കിലേക്ക് പോകുമ്പോഴത്തേ അവിടെ ഹൗസ് ഇറ്റ് വർക്ക് എന്നുള്ളതുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇവിടെ കണ്ടോ ബയ്യർ ഫിനാൻസർ എന്നുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ബയ്യർ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീലാൻസർ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഫസ്റ്റിലെ നമ്മൾ അപ്ലൈ ടു ബിക്കം എ സർട്ടിഫൈഡ് ഫ്രീലാൻസർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഫ്രീലാൻസർ ആകുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ സൈനപ്പ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് എ ഗ്രേറ്റ് പ്രൊഫൈൽ. നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എല്ലാത്തിനകത്ത് പറയുന്നതാണ്. നമ്മളൊരു വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ ഫ്രീലാൻസർ ജോബ് നോക്കുന്ന ഒരാളാണെങ്കിൽ നല്ല പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അറിയാത്തവരാണെങ്കിൽ അതാത് സൈറ്റിൽ നിങ്ങളിപ്പോൾ ഏത് സൈറ്റിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് ആ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന വേറെ ആൾക്കാരുടെയൊക്കെ പ്രൊഫൈൽ കാണാൻ പറ്റും. ആ പ്രൊഫൈൽ നോക്കിയിട്ട് അതുമായിട്ട് മാച്ച് ആകുന്ന രീതിയിലോ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അത് കണ്ടാൽ നമുക്ക് ജോലി അവർ തരണം.
നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് അത് നമുക്ക് തരാൻ എന്താണ് അവർക്ക് തോന്നണം, അവർക്കൊരു കോൺഫിഡൻസ് തോന്നണം, ഇവരെ ഏൽപ്പിച്ചാൽ ഇന്ന സമയത്തിനുള്ള വർക്ക് കിട്ടുമെന്ന് അവർക്ക് തോന്നണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ പ്രൊഫൈൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രൊഫൈലിനകത്ത് നമ്മൾ റേറ്റിംഗ് കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കിന് നമുക്ക് എത്ര രൂപ കിട്ടണം. അത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരാളാണ്, നമ്മൾ ആദ്യമായിട്ട് സൈറ്റിൽ കയറി സ്റ്റാർട്ടിംഗ് ആണ്, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഓൾറെഡി സൈറ്റ് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അവർ പറഞ്ഞിരിക്കുന്ന ആ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടവും വരരുത്, പിന്നെ നമുക്ക് പ്രോജക്റ്റിൽ കിട്ടാതെയും പോകരുത്. ആ ഒരു ചിന്തയിൽ നിങ്ങൾ എമൗണ്ട് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നല്ല രീതിയിൽ പ്രൊഫൈൽ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിന് അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്ന പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്ലേഷൻ ജോബാണ് താല്പര്യമെങ്കിൽ അത് എടുത്തിട്ട് അതിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാന്നല്ല പറയുന്നത്, അതിന് പ്രൊപ്പോസൽ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് കണ്ടന്റ് റൈറ്റിംഗ്, അങ്ങനെ റൈറ്റിംഗ് ജോബാണ് താല്പര്യമെങ്കിൽ അതിന് ഓപ്ഷൻ വരുമ്പോൾ അത് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് പ്രൊപ്പോസൽ ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രോജക്റ്റിന് പ്രൊഫൈൽ നമ്മൾ പ്രൊപ്പോസൽ ചെയ്യുക. അതിനുശേഷം നമുക്ക് ബെസ്റ്റ് പ്രൈസ്, നമ്മുടെ പ്രൊപ്പോസൽ വന്നു, നമ്മൾ ജോബ് ചെയ്തു, അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ പറയുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഇവിടെ നോക്കിയാൽ കണ്ടോ ഓരോരുത്തരുടെ പ്രൊഫൈലിൻ്റെ ബേസ് കൊടുത്തിരിക്കുന്നത്. അവരിപ്പം കൊടുത്തിരിക്കുന്നത് എത്രയാണ്, 25 യൂറോയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, എമൗണ്ട് തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് പ്രൊഫൈലിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മേളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെയുള്ള വർക്കുകൾ എന്നുള്ളത്. ഇതുണ്ടോ, ടെക്നോളജി ആൻഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്, റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ ഉണ്ട്, ഡിസൈനിങ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വീഡിയോ, ഫോട്ടോ ആൻഡ് ഇമേജസ്, ബിസിനസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പം ഇതിന് മുന്നേ എല്ലാം നമ്മൾ ലോഗിൻ ചെയ്യണം. ഇവിടെ 3 ഡോട്ട് ലൈൻ ഉണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യുക. ജസ്റ്റ് സൈനപ്പ് കൊടുക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് വരിക. അവിടെ ചോദിച്ചിരിക്കുന്നത് ഐ വാണ്ട് ടു വർക്ക് ആസ് എ ഫ്രീലാൻസർ, ഐ വാണ്ട് ടു ഹിയർ എ ഫ്രീലാൻസർ. അപ്പം വർക്ക് ചെയ്യാൻ വന്നതല്ലേ, അപ്പം ജസ്റ്റ് വർക്കിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി വെച്ച് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊഫൈൽ ക്രിയേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വർക്കിംഗ് ആൻഡ് ട്രാൻസ്ലേഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് റൈറ്റിംഗ് ജോബുകൾ അവൈലബിൾ ആണ്. കണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, ടെക്നിക്കൽ റൈറ്റിംഗ്, അങ്ങനെ ഒരുപാട് റൈറ്റിംഗ് ജോബുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഫ്രീലാൻസ് ജോബല്ലേ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് പോവുക. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഫ്രീലാൻസ് ജോബല്ലേ. അപ്പോൾ ജസ്റ്റ് ഈ ഫ്രീലാൻസ് ജോബ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടു ഒരുപാട് ഫ്രീലാൻസർ ജോബിൻ്റെ വേക്കൻസികളിൽ പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. നമുക്കത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പോസൽ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമ്മൾ ഈ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ആ ഒരു ജോബ് നമുക്ക് നോക്കാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കുക. എത്ര ദിവസത്തിന് മുന്നേ സമർപ്പിക്കണം എന്നതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സെൻഡ് പ്രൊപ്പോസൽ കൊടുത്ത് നിങ്ങളുടെ ഇത് സമർപ്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇത് അവർ സ്വീകരിക്കുവാണെങ്കിൽ നിങ്ങളെ മെയിൽ ത്രൂ അവർ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.